ഓ സുശീലേ, എന്താ ഇത്? പഴകിയ ആഹാരം അടുക്കളമുറ്റത്ത് കളഞ്ഞൂടെ? എന്തിനാ ഉമ്മറത്തേക്ക് കൊണ്ടുവരുന്നേ? ഇത് പഴകിയ ആഹാരമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? നീ കൊണ്ടുവരുമ്പോഴേ എനിക്ക് പഴങ്കഞ്ഞി മണത്തു. ഓ, പഴങ്കഞ്ഞി അത്ര വലിയ കുഴപ്പമുള്ളൊന്നുമല്ല, ആരോഗ്യത്തിന് നല്ലതാ. പണ്ട് കുറെ കഴിച്ചിട്ടുള്ളതാണല്ലോ. അല്ല, ഇതിപ്പോ ആർക്കാ? ശേഖരനോ? ആ അതെ, ഇത് എന്നെ കൊടുക്കുന്നത് ഞാനായതുകൊണ്ടാ. സുശീലേ, ആ എന്താ? ഇത് ശരിയല്ല. നിനക്ക് ദൈവശാപം കിട്ടും. ഇവിടെ ഭക്ഷണത്തിന് മുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആഹാരം വെറുതെ കളയണമെന്നാണോ? ഇത് തിന്നാനേ ഇവിടെ പട്ടിയും പൂച്ചയൊന്നുമില്ല. പകരം കൊണ്ടുവന്ന് ഇരുത്തിരിക്കുക ദോ ഇയാളെ. ദോ, തന്റെ പാത്രം ഇങ്ങ് എടുത്തേ. ആ പാത്രം ഇങ്ങ് എടുക്ക്. ദാ ഇങ്ങോട്ട് കാണിക്കും. അതെ, ഇത് വേഗം കഴിക്കണം. ഇവിടെ വെച്ചിരുന്നിട്ട് വളിച്ചതും പുളിച്ചതും തന്നോന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത്. സുശീലേ, രാവിലെ തന്നെ തണുത്തത് കഴിച്ചാ എനിക്ക് ചുമ കൂടും. ഓ ആണോ? എന്നാ പിന്നെ രാവിലെ ഇയാൾക്ക് നല്ല ചൂട് പാൽക്കഞ്ഞി ഉണ്ടാക്കി തരാം. എന്നാലോ? ഓ ദേ മനുഷ്യ, മര്യാദയ്ക്ക് തന്നത് കഴിച്ചിട്ട് മിണ്ടാതെ ഇവിടെ ഇരുന്നോണം. ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് പുറത്ത് കളയും ഞാൻ, പറഞ്ഞേക്കാം. സുശീലേ, തൂക്കിയെടുത്ത് കളയാൻ ഇതെന്താ പൂച്ചക്കുട്ടിയോ? ഒരു മനുഷ്യനെ കുറിച്ചാ നീ ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം. ഞാനെല്ലാം ഓർത്തിരിക്കുന്നവള് തന്നെയാ ഭാനുമ്മേ. നിങ്ങളെയൊക്കെ പോലെ ഒന്നും അത്ര എളുപ്പം മറന്നു കളയുന്നവളല്ല. ഇയാള് കളഞ്ഞിട്ട് പോയപ്പോ ഞാനും എന്റെ മക്കളും നിങ്ങളുടെ വീട്ടിലെ പശുവിന് കൊടുക്കാൻ വെച്ച കഞ്ഞിവെള്ളം കുടിച്ച് വിശപ്പടയ്ക്ക് സമയം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് ഞാനും എന്റെ മക്കളും പൊരുതി ജയിച്ചു വന്നതേ ഇതുപോലൊരു വിഴുപ്പ് പാണ്ട ചുമക്കാനല്ല.